നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പലിനെ തല്ലി പോലീസും സർക്കാരും ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും മാധ്യമങ്ങൾ അത് ദിവസങ്ങളോളം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടണമെന്നൊരു ആഗ്രഹം സർക്കാരിന് ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ശ്രദ്ധ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് തിരിച്ചുവിടണമെന്ന് സർക്കാർ ആഗ്രഹിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഷാഫി പറമ്പലും യൂത്ത് കോൺഗ്രസ്സുകാരും പേരാമ്പ്രയിൽ വച്ച് പോലീസുമായി ഏറ്റുമുട്ടിയത്. ഈ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പലിന് ലാത്തിയടിയേറ്റു, മൂക്കിൻ്റെ പാലം പൊട്ടി. എന്നാൽ ഇതൊരു സാധാരണ ലാത്തി ചാർജിൽ പോലെ അവസാനിക്കുമെന്നാണ് സർക്കാർ കരുതിയത്, ആഭ്യന്തര വകുപ്പ് കരുതിയത്. പക്ഷേ സംഗതി കൈവിട്ടുപോയി. ഷാഫിക്ക് മർദ്ദനം ഏറ്റതോടുകൂടി ഉറങ്ങിക്കിടക്കുന്ന കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും സടകുടഞ്ഞ് എഴുന്നേറ്റു. അത് വലിയ തലത്തിലുള്ളൊരു രാഷ്ട്രീയ സംഘർഷം കേരളത്തിൽ ഉണ്ടാക്കിയെന്നു മാത്രമല്ല, സർക്കാരിന് അത് ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്തു. ഒരു പാർലമെന്റ് അംഗത്തെ റോട്ടിലിട്ട് നിഷ്ഠൂരമായി മർദ്ദിച്ചത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഷാഫി പറമ്പിൽ എക്കാലവും CPM-ന്റെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് തന്നെ ഷാഫിയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ CPM ഒരു ദാക്ഷിണ്യവും പുലർത്തുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ സംഗതി കൈവിട്ടുപോയി എന്നു മാത്രമല്ല, ഷാഫി പറമ്പലിന്റെ ജനപ്രീതി ദിവസം തോറും ഉയരുന്നതിന് കാരണമാക്കാനും ഈ മർദ്ദനം ഉപകരിച്ചു. CPM-ൽ നിന്ന് പോലും ഈ പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാൻ ചില DYFI നേതാക്കളും സൈബർ പോരാളികളുമല്ലാതെ ആരും ഉണ്ടായില്ല. ഷാഫിയെ മർദ്ദിച്ചത് മൂലം, അല്ലെങ്കിൽ ഷാഫിക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത് ജനങ്ങളുടെ വികാരം പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെ തിരിയാൻ കാരണമാക്കി എന്നു മാത്രമല്ല, ഷാഫി പറമ്പലിന്റെ നില കൂടുതൽ ഭദ്രമാക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന് ശേഷം കോൺഗ്രസിൽ ഷാഫിയെ ഒതുക്കാനും പാർശ്വവൽക്കരിക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനെയെല്ലാം അതിജീവിക്കാൻ ഷാഫിക്ക് നിഷ്പ്രയാസം ഇതിലൂടെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പോലീസിന്റെ ഈ മർദ്ദനം ഷാഫിക്ക് ഒരു അനുഗ്രഹമായി മാറുകയായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. CPM-ന് നേരെ ആഞ്ഞടിക്കാൻ കൂടുതൽ ശക്തി സംഭരിക്കുകയും കോൺഗ്രസിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് തടയിടാനും ഇതുവഴി ഷാഫി പറമ്പലിന് കഴിഞ്ഞു. ഇപ്പോൾ KPCC അടക്കം ഷാഫിയുടെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഷാഫി പറമ്പലിനെ ഒതുക്കി മൂലക്കിരുത്താം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് ഷാഫിക്ക് കൂടി പാരയായി തീരുമെന്നാണ് കോൺഗ്രസിലെ പല നേതാക്കളും കരുതിയതെങ്കിലും അതിനെയെല്ലാം മറികടക്കാനുള്ള നീക്കം ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ നീക്കത്തിന് ആഭ്യന്തര വകുപ്പും പോലീസും അറിഞ്ഞോ അറിയാതെയോ സഹായം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഷാഫി പറമ്പിൽ കുറെ കൂടി ശക്തനായി തീരുകയായിരുന്നു. പേരാമ്പ്രയിലെ സംഘർഷത്തിലൂടെയും അദ്ദേഹത്തിന് പരിക്കുപറ്റി ആശുപത്രിയിലായി ശസ്ത്രക്രിയ നടത്തേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് ഏൽക്കേണ്ടി വന്ന പോലീസ് മർദ്ദനവും പരിക്കും എല്ലാം CPM-ന് വലിയ തലവേദന ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, കോൺഗ്രസിൽ ഷാഫിയുടെ നില കൂടുതൽ ഭദ്രമാക്കുകയും ചെയ്തു. രണ്ട് തരത്തിലാണ് ഈ പോലീസ് അതിക്രമം ഉപകരിച്ചത്. CPM-നെ ആഞ്ഞു പ്രഹരിക്കാൻ ഷാഫി പറമ്പലിന് കൂടുതൽ കാരണങ്ങൾ ലഭിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ നില കൂടുതൽ ശക്തിയാക്കാനും ഭദ്രമാക്കാനും അത് സഹായിച്ചു. ചുരുക്കത്തിൽ ഷാഫി പറമ്പലിനെ തല്ലി സർക്കാർ പുലിവാല് പിടിക്കുകയായിരുന്നു. അവർ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് ഈ വിഷയം വളരുകയും ഷാഫിക്ക് അത് രാഷ്ട്രീയമായി കൂടുതൽ പ്രയോജനം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണമെങ്കിൽ പോലീസിന് അത്തരമൊരു സവിശേഷമായ അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അത് വഷളാക്കുകയായിരുന്നു. അതിൻ്റെ പ്രയോജനം ലഭിച്ചത് ഷാഫിക്കും തന്നെയായിരുന്നു.